ദേശമുണർന്നാൽ ഒരു ഭവനത്തിൽ അഗ്നിമഴ പെയ്തിടും. പരിശുദ്ധാത്മാവേ കൃപ ചൊരിയണമേ, പരിശുദ്ധാത്മാവേ ശക്തി പകരണമേ. നിത്യസഹായനാഥേ, നിത്യസഹായനാഥേ, പ്രാർത്ഥിക്ക ഞങ്ങൾക്കായി, പ്രാർത്ഥിക്ക ഞങ്ങൾക്കായി നീ. നിൻ മക്കൾ ഞങ്ങൾക്കായി നീ. പ്രാർത്ഥിക്ക സ്നേഹനാഥേ, പ്രാർത്ഥിക്ക സ്നേഹനാഥേ. രണ്ട് കരങ്ങൾ ഉയർത്തിപ്പിടിച്ചേ, രണ്ട് കരങ്ങൾ ഉയർത്തിപ്പിടിച്ചേ, കണ്ണുകളടച്ചേ. ഇന്നത്തെ ഈ ശുശ്രൂഷയിൽ കർത്താവെ കാണപ്പെടുന്ന അത്ഭുതങ്ങളും അടയാളങ്ങളും ദൈവീക ഇടപെടലുകളും സംഭവിക്കണമേ. അതിനുവേണ്ടി നമ്മൾ ആഗ്രഹിക്കാൻ പോവാണ്, പ്രാർത്ഥിക്കാൻ പോവാണ്. കർത്താവിൻ്റെ മുമ്പിൽ നീ വന്നിരിക്കുന്നത് നന്നായി പ്രാർത്ഥിക്കുന്നതിന് വേണ്ടിയാണ്, നന്നായി ദൈവകൃപ സ്വീകരിക്കുന്നതിന് വേണ്ടിയാണ്. കർത്താവെ, എൻ്റെ ഈ ശരീരത്തെ സമർപ്പിക്കുന്നു. രണ്ട് കരങ്ങൾ സ്വർഗത്തിലേക്ക് നന്നായിട്ട് ഉയർത്തിപ്പിടിച്ചോ. അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും നോക്കേണ്ട. തുടർന്നുള്ള സമയത്ത് ദൈവത്തിൻ്റെ അത്ഭുത പ്രവർത്തികൾ അനുഭവിക്കുന്നതിന് വേണ്ടി നമ്മുടെ ശരീരത്തെ നമ്മൾ വിട്ടുകൊടുത്ത് പ്രാർത്ഥിക്കാൻ പോവാണ്. പ്രത്യേകമായിട്ട് ഇപ്പോൾ ഈ ശുശ്രൂഷയിൽ രോഗികൾ പങ്കെടുക്കുന്നുണ്ടല്ലോ. നിന്റെ രോഗപീഠ അതെന്തുമായിക്കൊള്ളട്ടെ, വിശ്വസിച്ചാൽ നിന്റെ ശരീരത്തിൽ ആ ദൈവകൃപ സംഭവിക്കും. രണ്ട് കരങ്ങൾ നന്നായിട്ട് നിവർത്തി ഉയർത്തിപ്പിടിക്കണം, നിവർത്തി ഉയർത്തിപ്പിടിക്കണം. കർത്താവെ, എൻ്റെ ഈ ശരീരം ശിരസ് മുതൽ ഉള്ളങ്കാല് വരെ കർത്താവെ, നിന്റെ അത്ഭുതകരമായ ശക്തി എൻ്റെ ശരീരത്തിൽ പ്രവർത്തിക്കണമേ. ഏത് രോഗപീഠയാണോ ആ രോഗപീഠയുടെ മേൽ യേശു നാമത്തിൻ്റെ ശക്തി വെളിപ്പെടട്ടെ, വ്യാപരിക്കപ്പെടട്ടെ. നിന്റെ ശരീരത്തിലെ ഓരോ കോശങ്ങളിലേക്കും യേശുവിൻ്റെ നാമത്തിൻ്റെ ശക്തി ഇപ്പോൾ ഈ പോട്ടാശ്രമത്തിൻ്റെ അത്ഭുത കൂടാരത്തിൽ നിന്ന് പ്രവർത്തിക്കട്ടെ. ഈ കൂടാരത്തിൽ നിന്ന് പ്രാർത്ഥിക്കുന്ന ദൈവജനം നാവിൽ നിന്നുയരുന്ന യേശുവേ എന്നുള്ള വിളി, അത് സ്വർഗം തുറക്കുന്ന പ്രാർത്ഥനയാണ്. നിന്റെ ശരീരത്തിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും ഒരുക്കുന്ന പ്രാർത്ഥനയാണ്. എൻ്റെ പ്രിയ സഹോദര സഹോദരി, നിനക്ക് എത്രത്തോളം സ്വരമുയർത്തി ഈശോയെന്ന് വിളിക്കാമോ അത്രത്തോളം സ്വരമുയർത്തി. പോരാ പോരാ പോരാ, നാവ് തുറക്കണം, ഹൃദയം തുറക്കണം. എല്ലാ കെട്ടുകളും കർത്താവ് ഈ ദിവസങ്ങളിൽ നമ്മുടെ മേൽ എല്ലാം അഴിക്കും. കർത്താവിൻ്റെ വലിയ വിടുതൽ, കർത്താവിൻ്റെ വലിയ വിടുതൽ സംഭവിക്കും. എല്ലാവരും കരങ്ങൾ ഉയർത്തി ഈശോയെന്ന് വിളിച്ചൊന്ന് സ്തുതിക്കട്ടെ, സ്തുതിക്കട്ടെ, സ്തുതിക്കട്ടെ. നാവ് തുറന്ന് ഹൃദയം തുറന്ന് സ്തുതിക്കട്ടെ. ദൈവത്തിൻ്റെ ആത്മാവ് അത്ഭുതകരമായിട്ട് പ്രവർത്തിക്കട്ടെ. യേശുവേ എന്ന് വിളിച്ച് പ്രാർത്ഥിച്ച് പോരാ 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 പോരാ, സ്വരമുയർത്തി ഈശോയെന്ന് വിളിച്ച് പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. യേശുവേ ആരാധന, ആരാധന, ആരാധന. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. യേശുവേ ആരാധന, 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 ആരാധന. ഹല്ലേലൂയാ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയാ. സ്വരത്തിൽ പറഞ്ഞ ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. എൻ്റെ പ്രിയപ്പെട്ടവരെ, പലവിധ പ്രതിസന്ധികൾ, പ്രതികൂല സാഹചര്യങ്ങൾ, വഴികൾ അടഞ്ഞ് മുമ്പോട്ടിനി എങ്ങനെ നീങ്ങണമെന്നറിയാതെ വിഷമിക്കുന്നവരാണ് നമ്മളിൽ അധികം പേരും. എന്തു ചെയ്യണമെന്നറിയാതെ വളരെ വലിയ വിഷമത്തിൽ കഴിയുന്നവര് ഒത്തിരി പേരുണ്ട്, ഒത്തിരി പേര്. ഒന്നും രണ്ടും അല്ല, ഒത്തിരി പേര്. എന്നാൽ ഇന്ന് ഈ ശുശ്രൂഷയിൽ കർത്താവ് ഒരു പുതിയ വഴി നിനക്ക് വേണ്ടി തുറക്കാൻ ആഗ്രഹിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. നമ്മുടെ ബുദ്ധിക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത ഒരു പുതിയ വഴി ദൈവം എനിക്ക് വേണ്ടി തുറക്കും. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ദൈവം എനിക്ക് വേണ്ടി ഒരു പുതിയ വഴി തുറക്കും. പറഞ്ഞേ, എൻ്റെ ബുദ്ധിക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത ഒരു വഴി ദൈവം എനിക്ക് വേണ്ടി തുറക്കും. പറഞ്ഞേ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഇപ്പോൾ ഒരുപക്ഷെ പല വഴികളും അടഞ്ഞിരിക്കുവാണ്, മുമ്പോട്ട് പോകാൻ പറ്റുന്നില്ല. വലിയ ഭാരം, എന്തു ചെയ്യണമെന്നറിഞ്ഞുകൂടാ, എന്തു ചെയ്യണമെന്നറിഞ്ഞുകൂടാ, വലിയ ഭാരം.
എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ ശുശ്രൂഷയിൽ കർത്താവ് നിനക്ക് വേണ്ടി പുതിയ ഒരു വഴി തുറക്കാൻ പോവാണ്. ഹല്ലേലൂയ. ആര് തുറക്കും നിനക്ക് വേണ്ടി വഴി? നിന്റെ ദൈവം നിനക്ക് വേണ്ടി വഴി തുറക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. രണ്ട് കരങ്ങൾ സ്വർഗത്തിലേക്ക് നന്നായിട്ട് ഉയർത്തിപ്പിടിച്ചോ, കണ്ണടച്ചോ. അപ്പസ്തോല പ്രവർത്തനം 16-ാം അധ്യായം 25-26. അർദ്ധരാത്രിയോടടുത്ത് പൗലോസും ശീലാസും കീർത്തനം പാടി ദൈവത്തെ സ്തുതിക്കുകയായിരുന്നു. തടവുകാർ അത് കേട്ടുകൊണ്ടിരുന്നു. പെട്ടെന്ന് വലിയ ഒരു ഭൂകമ്പമുണ്ടായി. കാരാഗ്രഹത്തിന്റെ അടിത്തറ കുലുങ്ങി. എല്ലാ വാതിലുകളും തുറക്കപ്പെട്ടു. എല്ലാവരുടെയും ചങ്ങലകൾ അഴിഞ്ഞു വീണു. എൻ്റെ പ്രിയപ്പെട്ടവരെ, അടഞ്ഞ വഴി ഇതാ ദൈവം നിനക്ക് വേണ്ടി തുറക്കും. എല്ലാം അവസാനിച്ചുവെന്ന് കരുതുന്നിടത്ത് ദൈവം നിനക്ക് വേണ്ടി പുതിയ വഴികൾ, പുതിയ വാതിലുകൾ തുറക്കും. വിശ്വസിക്കുന്ന ദൈവജനം, ഈ ശുശ്രൂഷ സമയത്ത് രണ്ട് കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ച് ഇതാ നിന്റെ പ്രതികൂല സാഹചര്യങ്ങളെ അനുകൂലമാക്കി മാറ്റുന്നവനിൽ നീ വിശ്വസിച്ച് നീ പ്രാർത്ഥിക്കുമ്പോൾ ഇത് നിന്നിൽ സംഭവിക്കും. ഈ കൂടാരത്തിലുള്ളവർ മാത്രമല്ല, ഓൺലൈൻ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന സഹോദര സഹോദരി, നീ ആരുമായിക്കൊള്ളട്ടെ, നിന്റെ ജീവിതത്തിൽ ഇത്രത്തോളം നാൾ എന്ത് സംഭവിച്ചു എന്നുള്ളത് സാരമില്ല. എന്നാൽ ഇപ്പോൾ യേശുവേ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കുന്ന സമയത്ത് നിന്റെ പ്രതികൂല സാഹചര്യങ്ങൾ ദൈവം അനുകൂല സാഹചര്യങ്ങളാക്കി മാറ്റും. കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി യേശുവേ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കണം. കർത്താവ് നിനക്ക് വേണ്ടി ഒരു വഴി തുറന്നിടും. ദൈവത്തിന്റെ ആത്മാവ് നിന്നിൽ അത്ഭുതകരമായിട്ട് പ്രവർത്തിക്കും. നീ വിശ്വസിക്കണം. തുറന്നിടുമേ, വാതിൽ തുറന്നിടുമേ. എനിക്കായി ദൈവം ഒരു വഴി തുറക്കുന്ന സമയം. എല്ലാ ദൈവജനവും കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി നിന്റെ പ്രതികൂല സാഹചര്യങ്ങൾ, നിന്റെ രോഗങ്ങൾ, പീഡകൾ, എല്ലാ മേഖലയിലെ തടസ്സത്തിന്റെ മേലും ദൈവത്തിന്റെ ആത്മാവ് അത്ഭുതകരമായിട്ട് പ്രവർത്തിക്കുന്നതിന് വേണ്ടി ആഗ്രഹിക്കട്ടെ. പോരാ 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 പോരാ. ദൈവസന്നിധിയിൽ കത്തിപ്പടരണം. ദൈവസന്നിധിയിൽ നീ കത്തിപ്പടരണം. സ്വർഗം നിനക്ക് വേണ്ടി ഇന്നേ ദിവസം തുറക്കപ്പെടും. സ്വർഗദൂതന്മാർ നിനക്ക് വേണ്ടി യുദ്ധത്തിനിറങ്ങും. നിന്റെ കുടുംബത്തിന് ചുറ്റും ദൈവദൂതന്മാർ വാസമുറപ്പിക്കും. നിന്റെ ചിന്തകളിലും തീരുമാനങ്ങളിലും ദൈവിക ശക്തി വെളിപ്പെടും. ദൈവമേ, ഈ ശുശ്രൂഷ സമയത്ത് തന്നെ കാണപ്പെടുന്ന അത്ഭുതങ്ങളും അടയാളങ്ങളും ഈ കൂട്ടായ്മയിൽ സംഭവിക്കപ്പെടട്ടെ. കരങ്ങൾ ഉയർത്തി, സ്വരമുയർത്തി ഈശോയെ വിളിക്കട്ടെ, 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 വിളിക്കട്ടെ. ആരാധന, 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 ആരാധന. ഓ ദൈവമേ, ഞങ്ങൾ വിശ്വസിക്കുന്നു, ഞങ്ങൾ ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ദൈവം തുറന്നിടുമേ, വാതിൽ തുറന്നിടുമേ. തുറന്നിടുമേ, വാതിൽ തുറന്നിടുമേ. എനിക്കായി, എനിക്കായി വാതിൽ തുറന്നിടുമേ. എല്ലാവരും പാടിക്കേ. തുറന്നിടുമേ, തുറന്നിടുമേ, വാതിൽ തുറന്നിടുമേ. എനിക്കായി, എനിക്കായി വാതിൽ തുറന്നിടുമേ. അടച്ചിടുമേ, അടച്ചിടുമേ, വാതിൽ അടച്ചിടുമേ. വൈരിയിൽ വാതിൽ, വൈരിയിൽ വാതിൽ അടച്ചിടുമേ, വാതിൽ അടച്ചിടുമേ, വാതിൽ അടച്ചിടുമേ. വൈരി, ശത്രുക്കളിൽ നിന്ന് വൈരിയിൽ വാതിൽ ഓ ദൈവമേ, ഈ കൂട്ടായ്മയിൽ ഈ വഴി തുറക്കപ്പെടട്ടെ. യേശുവേ, അങ്ങാണ് ഞങ്ങളുടെ വഴി. അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി ഒരു വഴി തുറന്നാൽ വേറെ ആർക്കും അടയ്ക്കാൻ പറ്റില്ലല്ലോ. ലോകത്തിലുള്ള ഒരു തിന്മയ്ക്കും ഞങ്ങളുടെ മേൽ ആധിപത്യമില്ല. കർത്താവേ, ഞങ്ങൾ അങ്ങയിൽ വിശ്വസിക്കുന്നു, ആശ്രയിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ട ദൈവജനമേ, വിശ്വസിക്കണം, ഏറ്റെടുക്കണം. ഈ സമയം നീ നിന്നോട് തന്നെ പറയണം, യേശു ഒരു വാതിൽ തുറന്നാൽ ആർക്കും അടപ്പാനാവുകയില്ല. എല്ലാവരും ഉള്ളിൽ പറഞ്ഞ് പ്രാർത്ഥിച്ച്, യേശു ഒരു വാതിൽ തുറന്നാൽ ആർക്കും അടപ്പാൻ ആവുകയില്ല. യേശു ഒരു വാതിൽ അടച്ചാൽ ആർക്കും തുറക്കാൻ ആവുകയില്ല. യെശയ്യാ പ്രവചനം 22-ാം അധ്യായം 22-ാം തിരുവചനം. ഈ ആലയത്തിൽ നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഈ വചനത്തിന്റെ ശക്തി നിന്റെ വീട്ടിൽ സംഭവിക്കട്ടെ. ഈ ആലയത്തിൽ നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ നിന്റെ മക്കളിൽ ഇത് സംഭവിക്കപ്പെടട്ടെ. ഈ ആലയത്തിൽ നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ നിന്റെ വിദേശത്തുള്ള പ്രിയപ്പെട്ടവരിൽ ഇത് സംഭവിക്കട്ടെ. ഈ വചനം ഇവിടെ നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ ആശുപത്രി കിടക്കയിലുള്ളവരിൽ സംഭവിക്കപ്പെടട്ടെ. ഇതിവിടെ നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ നിന്റെ അയൽവക്ക ബന്ധങ്ങളിൽ ഇത് സംഭവിക്കപ്പെടട്ടെ. ഇതിവിടെ നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ എത്ര കാതം ദൂരെയുള്ള വ്യക്തിയിലാണെങ്കിലും ഈ വചനത്തിന്റെ ശക്തി സംഭവിക്കപ്പെടട്ടെ. രണ്ട് കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി, സ്വരമുയർത്തി, ഈശോയെ, ഒരു വഴി തുറക്കുന്ന ദൈവമേ, ഞങ്ങൾ നിന്നിൽ ആശ്രയിക്കുന്നു, ആശ്രയിക്കുന്നു. ആരാധന, ആരാധന, ആരാധന.
യെശയ്യാ പ്രവചനം 22:22 യെശയ്യായുടെ പ്രവചനം 22-ാം അധ്യായം 22-ാം തിരുവചനം. ഈ വചനം വിശ്വസിച്ച് ഏറ്റെടുക്കണം. ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിച്ച്, ദാവീദ് ഭവനത്തിന്റെ താക്കോൽ, ദാവീദ് ഭവനത്തിന്റെ താക്കോൽ, ദാവീദ് ഭവനത്തിന്റെ താക്കോൽ, ദാവീദ് ഭവനത്തിന്റെ താക്കോൽ അവന്റെ തോളിൽ ഞാൻ വച്ചു കൊടുക്കും. അവന്റെ തോളിൽ ഞാൻ വെച്ചു കൊടുക്കും. അവൻ തുറന്നാൽ ആരും അടയ്ക്കുകയോ, അവൻ അടച്ചാൽ ആരും തുറക്കുകയോ ഇല്ല. ആരും തുറക്കുകയോ ഇല്ല. ഒന്നും കൂടെ പറഞ്ഞേ, ദാവീദ് ഭവനത്തിന്റെ താക്കോൽ, ദാവീദ് ഭവനത്തിന്റെ താക്കോൽ അവന്റെ തോളിൽ ഞാൻ വച്ചു കൊടുക്കും. അവന്റെ തോളിൽ ഞാൻ വെച്ചു അവൻ തുറന്നാൽ ആരും അടയ്ക്കുകയോ, അവൻ അടച്ചാൽ ആരും തുറക്കുകയോ ഇല്ല. ആരും തുറക്കുകയോ ഇല്ല. യേശു തുറന്നാൽ വേറെ ആർക്കും അടയ്ക്കാൻ പറ്റില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇത് ഈ വചനം വെറുതെ വായിച്ചു പോകാനല്ല, മറിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഈ സമയം ഈ വചനം നമ്മളിൽ സംഭവിക്കുകയാണ്. അത് നമ്മളിൽ സംഭവിക്കുമ്പോൾ കർത്താവെ നന്ദി പറഞ്ഞ് സ്വീകരിക്കുന്നു. വെളിപാട് പുസ്തകം 3-ാം അധ്യായം 7-ാം തിരുവചനം. ബുക്ക് ഓഫ് റെവലേഷൻ ചാപ്റ്റർ 3:7. വെളിപാട് പുസ്തകം 3:7. ഫിലാദൽഫിയിലെ സഭയുടെ ദൂതൻ എഴുതുക, പരിശുദ്ധനും സത്യവാനും ദാവീദിന്റെ താക്കോൽ കൈവശമുള്ളവനും മറ്റാർക്കും അടയ്ക്കാൻ കഴിയാത്ത വണ്ണം തുറക്കുന്നവനും മറ്റാർക്കും തുറക്കാൻ കഴിയാത്ത വിധം അടയ്ക്കുന്നവനും ആയവൻ പറയുന്നു. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. പ്രിയപ്പെട്ടവരെ, ദാവീദ് ഭവനത്തിന്റെ താക്കോൽ അല്ലേ എന്ന് പറഞ്ഞാൽ ഇസ്രായേൽ ജനം. ദാവീദ് ഭവനത്തിന്റെ താക്കോൽ അവന്റെ തോളിൽ ഞാൻ വെച്ചു കൊടുക്കും. അവന്റെ എന്ന് പറഞ്ഞാൽ ആരെയാണ്? യേശുവിനെ കുറിച്ചാണ് പറയണം. യേശുവിന്റെ തോളിൽ ഇതാ തുറക്കുവാനും അടയ്ക്കുവാനുമുള്ള താക്കോലുണ്ട്. താക്കോൽ എന്തിനാ? കീ എന്തിനാ? തുറക്കാൻ മാത്രമല്ല, അടയ്ക്കാനും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. 2 ആഴ്ച മുമ്പാണ് ഇവിടെ അമ്മായിയമ്മയും മരുമോളും പ്രാർത്ഥിക്കാൻ വേണ്ടി വന്നു. മരുമോളാണ് പ്രശ്നക്കാരി എന്നും പറഞ്ഞുകൊണ്ടാണ് അമ്മായിയമ്മ പറയുന്നത്. അമ്മായിയമ്മയാണ് പ്രശ്നമെന്ന് മരുമോളും പറയുന്നു. അപ്പൊ കുടുംബത്തിൽ എല്ലാവരും ഉണ്ട്. അതിൻ്റെ അകത്ത് ഇവർ രണ്ടുപേരുമാണ് പ്രധാനപ്പെട്ട പ്രതികളെന്നാണ് ബാക്കി എല്ലാവരും പറയുന്നത്. അപ്പം ഞാൻ മരുമകളെ മാറ്റി നിർത്തിയിട്ട് ചോദിച്ചു, എന്താ പ്രശ്നം, തീരുവോ? എൻ്റെ അച്ഛൻ എന്നാ പറയാനാ, ഞാൻ കല്യാണം കഴിച്ച് ഈ വീട്ടിലോട്ട് വന്നിട്ട് 13 വർഷം കഴിഞ്ഞു. 2 കുട്ടികളുണ്ട്. ഇപ്പോഴും ദാ ഈ അമ്മയുണ്ടല്ലോ, ഈ അമ്മയാണ് വീട് ഭരിക്കുന്നത്. അച്ഛാ, ഞങ്ങളുടെ വീട്ടിലെ അടുക്കള അതിൻ്റെ അലമാരി പൂട്ടി താക്കോല് അരയിൽ വെച്ചോണ്ടാണ് അമ്മ നടക്കണത്. അച്ഛാ, ആ താക്കോൽ ഇങ്ങോട്ട് തരാൻ പറ. പ്രായമായില്ല അച്ഛേ, പ്രായമായില്ല അച്ഛാ, അവിടെ ഇവിടെ എങ്ങാനും കിടന്നാ പോരെ, ഇപ്പോഴീ താക്കോലും പിടിച്ച് നടക്കേണ്ട ആവശ്യമുണ്ടോ? അമ്മായിയമ്മേനെ വിളിച്ച് മാറ്റി നിർത്തിയിട്ട് പറഞ്ഞു, അമ്മേ എന്താ പ്രശ്നം? എന്നാ പറയാനാച്ചാ, അവളെ ഈ വീട്ടിലോട്ട് വന്നതിന് ശേഷം ഒരു സമാധാനം ഇല്ല. കഴിഞ്ഞ 12 വർഷമായി അവള് കാരണം എനിക്കൊരു സമാധാനം ഇല്ല. ഞാൻ പറഞ്ഞു, അമ്മേ ആ അരയിലിരിക്കുന്ന താക്കോല് അത് അവൾക്ക് കൊടുക്കാൻ പാടില്ലേ? അവളല്ലേ വീട് നടത്തേണ്ടത്. അത് ശരി, അതാണ് അവളുടെ ലക്ഷ്യമല്ലേ? അത് കൊടുക്കാതെ തന്നെ അവളുടെ നടപ്പ് എന്തൊരു നെകളിപ്പാണെന്ന് അച്ഛനറിയാവോ? അമ്മ ഉപയോഗിച്ച വാക്കാണ്. അത് കൊടുക്കാതെ തന്നെ അവളുടെ നടപ്പ് എന്തൊരു നെകളിപ്പാണ്. ഇനി താക്കോലും കൂടെ കൊടുത്താൽ ഞാൻ പിന്നെ പുറത്താവും. അതുകൊണ്ട് താക്കോല് ഞാൻ കൊടുക്കുകയില്ല. താക്കോൽ എന്തിനാ? പൂട്ടാനും തുറക്കാനും ഉള്ളതാണ് താക്കോൽ. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. പല വീടുകളിലും താക്കോല് പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട്. എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇന്ന് ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് ഓരോരുത്തരോടും, ശ്രദ്ധിച്ച് കേട്ടോണം, ഓരോരുത്തരോടും വളരെ വ്യക്തമായി ചില ബോധ്യങ്ങൾ നൽകാൻ ആഗ്രഹിക്കുകയാണ്. ഇവിടെ ഇരിക്കുന്നവർ മാത്രമല്ല, ഓൺലൈനിൽ പങ്കെടുക്കുന്നവര്, നിങ്ങളുടെ ജീവിതാവസ്ഥ എന്തു ആയിക്കൊള്ളട്ടെ, ഒരു കാര്യം വിശ്വസിച്ചോണം, നിന്റെ അനുഗ്രഹത്തിന്റെ താക്കോൽ ഇരിക്കുന്നത് ആരുടെ കയ്യിലാ? ആരുടെ കയ്യിലാ? ഒച്ചത്തി പറയ്.
യേശുവിൻ്റെ കയ്യിലാണ് നിന്റെ സമാധാനത്തിൻ്റെ, സന്തോഷത്തിൻ്റെ, അനുഗ്രഹത്തിൻ്റെ താക്കോൽ ഇരിക്കുന്നത്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. മരുമകളുടെ സന്തോഷത്തിന്റെ താക്കോൽ ഇരിക്കുന്നത് അമ്മായിയമ്മയുടെ കയ്യിലാണോ? ആണോ? അങ്ങനെയാണ് മരുമോൾ ചിന്തിക്കുന്നത്. 24 മണിക്കൂറും മരുമകൾ ചിന്തിക്കുന്നത് ഈ അമ്മായിയമ്മേനെ എങ്ങനെ പൂട്ടാം, അമ്മായിയമ്മേനെ എങ്ങനെ കൈകാര്യം ചെയ്യാമെന്നാണ് ചിന്തിക്കുന്നത്. ഞാൻ ആ മരുമകളോട് പറഞ്ഞു, എൻ്റെ പ്രിയപ്പെട്ട മോളെ, 12 വർഷമായില്ലേ 24 മണിക്കൂറും ഈ അമ്മായിയമ്മ അല്ലെങ്കിൽ അമ്മേനെ കുറിച്ചല്ലേ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്? നിന്റെ അനുഗ്രഹത്തിന്റെ താക്കോൽ, നിന്റെ സമാധാനത്തിന്റെ, സ്വസ്ഥതയുടെ താക്കോൽ ഇരിക്കുന്നത് അമ്മായിയമ്മയുടെ കയ്യിലല്ല, മറിച്ച് ആരുടെ കയ്യിലാ? ഈശോയുടെ കയ്യിലാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അമ്മായിയമ്മയോട് പറഞ്ഞു, അമ്മേ 24 മണിക്കൂറും കയറി വന്ന ഇവളെ കുറിച്ച് പറഞ്ഞും ചിന്തിച്ചും സമയം കളയല്ലേ. എന്ത് കാര്യം? ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ അതിനേ സമയമുള്ളൂ. അമ്മയുടെ സമാധാനവും സ്വസ്ഥതയും ഒക്കെ ഇരിക്കുന്നത് ആരുടെ കയ്യിലാ? ഈശോയുടെ കയ്യിലാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇവിടെ എന്നെ കേൾക്കുന്ന ഓരോരുത്തരും ശ്രദ്ധിച്ചോ, നിന്റെ സമാധാനത്തിന്റെ, സ്വസ്ഥതയുടെ താക്കോൽ ഇരിക്കുന്നത് ആരുടെ കയ്യിൽ? പറഞ്ഞേ. പ്രിയപ്പെട്ടവരെ, ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ആത്മീയ ബോധ്യമാണ്. ഇല്ലെങ്കിൽ എന്തു പറ്റുമെന്നറിയോ? 24 മണിക്കൂറും നമ്മുടെ എനർജി മുഴുവൻ, നമ്മുടെ ശക്തി മുഴുവൻ, നമ്മുടെ സമ്പത്ത് മുഴുവൻ അനാവശ്യ കാര്യങ്ങൾക്ക് വേണ്ടി കളയും. പ്രാർത്ഥിക്കാൻ വന്ന ഒരു സഹോദരൻ ഇവിടെ പ്രാർത്ഥിക്കാൻ വന്നോ പറഞ്ഞ, അച്ഛാ, ഞാൻ ഇന്ന കമ്പനിയിൽ ജോലി ചെയ്യാൻ തുടങ്ങിയിട്ട് കുറേ വർഷങ്ങളായി, എനിക്ക് പ്രമോഷൻ കിട്ടേണ്ട സമയം കഴിഞ്ഞു, എന്നാൽ എൻ്റെ പ്രമോഷൻ തടഞ്ഞു വച്ചിരിക്കുകയാണ്. ഞാൻ ചോദിച്ചു, ആരാ തടഞ്ഞു വച്ചിരിക്കുന്നത്? അച്ഛാ, എൻ്റെ പ്രമോഷൻ എൻ്റെ കൂടെയുള്ള ജോലിക്കാർ, സ്റ്റാഫ് മെമ്പേഴ്സ്, അവരെന്നെക്കുറിച്ച് ഇല്ലാ കഥകൾ പറഞ്ഞ് എൻ്റെ പ്രമോഷൻ തടഞ്ഞു വച്ചിരിക്കുകയാണ്. അപ്പം അച്ഛനൊന്ന് പ്രാർത്ഥിച്ചേ, നമുക്ക് അവരെ ഒന്ന് കൈകാര്യം ചെയ്യണം. ആരെ? കൂടെ എന്നെക്കുറിച്ച് ഇല്ലാ കഥകൾ പറയുന്ന അവരെ ഒന്ന് കൈകാര്യം ചെയ്യണം, എന്നിട്ട് എൻ്റെ പ്രമോഷൻ എനിക്കൊന്ന് ഉറപ്പിക്കണം. ഇവിടെ എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരെ, മറ്റുള്ളവരെ കൈകാര്യം ചെയ്തിട്ടല്ല നിന്റെ ഉയർച്ച നീ സ്ഥാപിക്കേണ്ടത്. മറ്റുള്ളവരുടെ കയ്യിലല്ല നിന്റെ സമാധാനത്തിന്റെ താക്കോൽ ഇരിക്കുന്നത്, അത് യേശുവിന്റെ കയ്യിലാണ്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആ സഹോദരന് പ്രാർത്ഥിക്കാൻ കൊടുത്ത വചനം ഇവിടെ ഇരിക്കുന്ന അനേകർക്ക് കാണാതെ അറിയാവുന്ന വചനമാണ്. യെശയ്യായുടെ പ്രവചനം 45-ാം അധ്യായം 2ഉം 3ഉം തിരുവചനം. കാണാതെ അറിയാവോ? ഇല്ലെങ്കിൽ ഇത് പഠിച്ചോണം. ബുക്ക് ഓഫ് ഐസയ ചാപ്റ്റർ 45 വേർഡ്സ് 2 and 3. ഈ വചനം പഠിച്ചാൽ പല കാര്യങ്ങൾക്കും മെച്ചം ഉണ്ടാവും. യെശയ്യായുടെ പ്രവചനം 45-ാം അധ്യായം 2ഉം 3ഉം തിരുവചനം. അറിയാവുന്ന ഉറച്ചത്തിൽ പറഞ്ഞ് കേൾക്കട്ടെ. ഞാൻ നിനക്ക് മുമ്പേ പോയി മലകൾ നിരപ്പാക്കുകയും പിച്ചളവാതിലുകൾ തകർക്കുകയും ഇരുമ്പോടാമ്പലുകൾ ഒടിക്കുകയും ചെയ്യും. ഹല്ലേലൂയ. യെശയ്യായുടെ പ്രവചനം 45-ാം അധ്യായം 2-ാം വചനം പറയാണ്, ഞാൻ നിനക്ക് മുമ്പേ പോയി. ആരാണ് നിനക്ക് മുമ്പേ പോണത്? പറയൂ. സർവശക്തനായ ദൈവം നിനക്ക് മുമ്പേ പോയി മലകൾ നിരപ്പാക്കും. മലകൾ എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? നിന്റെ പ്രതിസന്ധി, നിന്റെ മുമ്പിലല്ലേ ഇങ്ങനെ മല പോലെ നിൽക്കുന്ന പ്രതിസന്ധി. എന്നാ ചെയ്യണ്ടേ? മുമ്പോട്ട് പോകാൻ പറ്റുന്നില്ല, വലിയ പ്രതിസന്ധി. എന്നാൽ വചനം നൽകുന്ന ഉറപ്പെന്താണെന്നറിയാവോ? ഞാൻ നിനക്ക് മുമ്പേ പോയി മലകൾ നിരപ്പാക്കുകയും പിച്ചളവാതിലുകൾ തകർക്കുകയും ഇരുമ്പോടാമ്പലുകൾ ഒടിക്കുകയും ചെയ്യും എന്ന് പറഞ്ഞാൽ വാക്കിന്റെ അർത്ഥം എന്താണെന്ന് മനസ്സിലായോ? എത്ര വലിയ പ്രതിസന്ധി മണിച്ചെത്ര താഴിട്ട് പൂട്ടിയിട്ടുള്ളതാണെങ്കിലും വചനം നൽകുന്ന ഉറപ്പെന്താണ്? ഈ താഴ് കർത്താവ് നിനക്ക് വേണ്ടി പൊളിച്ചു മാറ്റും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. മക്കളുടെ കല്യാണത്തെ കുറിച്ച് ഓർത്തോണ്ടിരിക്കുന്ന അപ്പന്മാരും അമ്മമാരും ഇവിടെ ഇരിപ്പുണ്ട്. എന്നാ ചെയ്യോ അച്ഛാ, ഒന്നും അങ്ങോട്ട് ശരിയാവുന്നില്ലെന്ന്.
നിങ്ങളുടെ കുടുംബത്തിന്റെ അനുഗ്രഹത്തിന്റെ വാതിൽ ആര് തുറക്കും? ആര് തുറക്കും? ഈശോ നിനക്ക് വേണ്ടി തുറക്കും. എത്ര വലിയ തരത്തിലുള്ള പൂട്ടിട്ടിട്ടാണെങ്കിലും, നാട്ടുകാർ പൂട്ടിയിട്ടുണ്ടെങ്കിലും കർത്താവ് നിനക്ക് വേണ്ടി തുറക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയാ. ഞാനിത് പറയുന്നത് അത്രമേൽ വലിയ ഉറപ്പിലാ പറയുന്നത്. അധിക നാളായിട്ടില്ല, ഒരു കുടുംബം പ്രാർത്ഥിക്കാൻ വന്നപ്പോൾ പറഞ്ഞു, അച്ഛാ ഞങ്ങളുടെ മകളുടെ കല്യാണം, മകള് MBBS കഴിഞ്ഞു, MDക്ക് ചേർന്നു കഴിഞ്ഞു, പോസ്റ്റ് ഗ്രാജുവേഷൻ അതിൻ്റെ പഠനങ്ങളൊക്കെ തുടങ്ങി, അച്ഛാ കല്യാണാലോചനയും തുടങ്ങിക്കഴിഞ്ഞു, അച്ഛാ ഒന്ന് പ്രാർത്ഥിക്കണേ. ഞാൻ ചോദിച്ചു എന്താ വിഷമം? അച്ഛാ കല്യാണ ആലോചനകൾ തുടങ്ങി, പല ആലോചനയും വരും, എന്നാൽ ഞങ്ങളുടെ വീടിന് തൊട്ടപ്പുറത്ത് താമസിക്കുന്നൊരു വീട്ടുകാരുണ്ട്, അച്ഛാ ഈ ആലോചന മിക്കവാറും വന്ന് അവിടെ വന്നാണ് അന്വേഷിക്കുന്നത്. അവര് ഞങ്ങളെക്കുറിച്ച് ഇല്ലാ കഥകൾ പറഞ്ഞ് ഈ വരുന്ന ആലോചനകളെല്ലാം ഓടിച്ചു കളയും. അച്ഛാ വിഷമം കേറിയിട്ട് വയ്യ, ഇവരെ എന്നാ ചെയ്യണം? വിഷമം കേറിയിട്ട് വയ്യ, ഇവരെ എന്നാ ചെയ്യണം? ദേ വചനം പഠിപ്പിക്കുന്ന വാഗ്ദാനം എന്താണ്? നിന്റെ മുമ്പിലുള്ള ഇരുമ്പോടാമ്പലുകൾ ഒടിക്കും, പിച്ചള വാതിലുകൾ എത്ര വലിയ താഴിട്ട് പൂട്ടിയിട്ടുണ്ടെങ്കിലും, നിനക്കെതിരെ പിശാച് എത്ര വലിയ കരുനീക്കം നടത്തിയിട്ടുണ്ടെങ്കിലും, അയൽവാസികൾ നിനക്കെതിരെ എന്തെല്ലാം ഇല്ലാക്കഥകൾ പറയുന്നുണ്ടെങ്കിലും, നിന്റെ അനുഗ്രഹത്തിന്റെ താക്കോൽ ഇരിക്കുന്നത് കർത്താവിലാണെന്ന് വിശ്വസിച്ചാൽ, ആ വിശ്വസിക്കുന്നത് നിന്റെ കുടുംബത്തിൽ സംഭവിക്കും. ഹല്ലേലൂയാ. ഞാൻ ഈ പറഞ്ഞ കുടുംബം, ഈ യെശയ്യായുടെ പ്രവചനം 45-ാം അധ്യായം 2-3 തിരുവചനം ആവർത്തിച്ച് പറഞ്ഞ് പ്രാർത്ഥിച്ച് ഇവരുടെ മകളുടെ കല്യാണത്തിന് എന്നെ വിളിക്കാൻ ഇവിടെ കാർഡും കൊണ്ട് വന്നപ്പോൾ ഇവർ പറഞ്ഞു, അച്ഛാ നാളുകളായി ഞങ്ങളുടെ അയൽവാസി അവര് ഞങ്ങൾക്കെതിരെ ഇല്ലാ കഥകൾ പറഞ്ഞ് ഞങ്ങളെ നാണം കെടുത്തുകയായിരുന്നു. എന്നാൽ കുറച്ചു നാളുകൾക്ക് മുമ്പ് അവരുടെ വീട്ടിൽ ചില കാര്യങ്ങളുണ്ടായി. അച്ഛാ അത്ഭുതമെന്ന് പറയേണ്ടു, ആ വീട്ടുകാർ ഞങ്ങളുടെ വീട്ടിൽ വന്ന് രമ്യതപ്പെട്ടു എന്ന് മാത്രമല്ല, അവർ പറഞ്ഞു നിങ്ങളുടെ വീട്ടിൽ വന്ന കല്യാണ ആലോചനകൾ പലതും ഞങ്ങളാണ് മുടക്കിയത്, ഞങ്ങളോട് ക്ഷമിക്കണം. അച്ഛാ ഇപ്പം ഞങ്ങളും ആ വീട്ടുകാരും വലിയ സന്തോഷത്തിലാണ്. ഞങ്ങളുടെ മകളുടെ കല്യാണം ദേ അച്ഛാ ഇന്ന ദിവസമാണ്, വരണം, അനുഗ്രഹിക്കണം. ഒന്ന് കൈയടിച്ച് ഈശോയ്ക്ക് നന്ദി പറഞ്ഞേ. പോരാ, നല്ല കൈയടി കൊടുത്തേ. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഇങ്ങോട്ട് നോക്കിക്കേ ചേച്ചിയെ, നിങ്ങളുടെ വീട്ടുകാർക്ക് പലരും എതിരുണ്ടാവും, നിങ്ങളുടെ കുടുംബത്തിനെതിരെ പലരും എതിരുണ്ടാവും. നിങ്ങൾ അവരെ കുറിച്ച് ഓർത്തോണ്ട് ഇങ്ങനെ അസ്വസ്ഥപ്പെട്ടുകൊണ്ടിരുന്നാൽ അതിനേ സമയമുള്ളൂ. അങ്ങനെ ചിന്തിച്ചോണ്ടിരുന്നാൽ നിന്റെ തലയ്ക്കകത്ത് ആര് കയറും ചേട്ടാ? പിശാച് കയറുമെന്ന്. പിശാച് കയറി പലതരത്തിലുള്ള ചിന്തകൾ ഇങ്ങനെ തന്നോണ്ടിരിക്കും. നിന്റെ കുടുംബത്തിന്റെ അനുഗ്രഹത്തിന്റെ വാതിൽ തുറക്കുന്നതും അടയ്ക്കുന്നതും നാട്ടുകാരാണോ? കൂട്ടുകാരാണോ? അല്ലെന്ന്, സർവശക്തനായ ദൈവമാണ്. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഈ ഒരു ആത്മീയ മേഖല കൃത്യമായിട്ട് മനസ്സിൽ ഉറപ്പിക്കണം, ഇല്ലെങ്കിൽ താളം തെറ്റും. കാരണം നമ്മൾ ജീവിക്കുമ്പോൾ പലതരത്തിലുള്ള പ്രതിസന്ധികൾ നമ്മൾ അനുഭവിക്കും. നമ്മളെക്കുറിച്ച് ഇല്ലാ കഥകൾ പറയും, നമ്മളെ പലതരത്തിൽ പലരും വേട്ടയാടും, അസ്വസ്ഥപ്പെടുത്തും. നിന്റെ കുടുംബത്തിനെതിരെ പലരും ഉണ്ടാവും. സ്ഥലം വിൽപ്പനയോട് ബന്ധപ്പെട്ട് പലരും പലതരത്തിൽ പീഡകൾ അനുഭവിക്കുന്നവരൊക്കെ ഇവിടെ ഇരിപ്പുണ്ട്. ഇങ്ങോട്ട് നോക്കിക്കേ, കർത്താവ് നിന്നോട് പറയുന്ന എന്താണെന്നറിയാവോ? നിന്റെ സമയവും നിന്റെ ചിന്തയും നിന്റെ പണവും നിന്റെ എനർജിയും നീ ദൈവസന്നിധിയിൽ ചെലവഴിക്കണം, അല്ലാതെ മറ്റുള്ളവരെ നശിപ്പിക്കാനല്ല. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, ഈരവും സ്തുതി ആരാധന. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, ഈരവും സ്തുതി ആരാധന. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, ഈരവും സ്തുതി ആരാധന. കണ്ണുകൾ അടച്ച് കൈകൾ കൂപ്പി ദൈവസന്നിധിയിൽ നമ്മളായിരിക്കുമ്പോൾ
എൻ്റെ മുമ്പിൽ അടഞ്ഞ വഴികൾ ദൈവം എനിക്ക് വേണ്ടി തുറക്കും. നീ അത് വിശ്വസിക്കുക. പ്രത്യേകിച്ച് നിങ്ങളുടെ ആത്മീയ ജീവിതത്തിൽ, നമ്മുടെ ആത്മീയ ജീവിതത്തിൽ തടസ്സം നിൽക്കുന്ന പല മേഖലകളും ഉണ്ടാവും. യേശുവേ, ഈ ആരാധന സമയം എൻ്റെ ആത്മീയ മേഖലയിലെ തടസ്സങ്ങളുടെ വഴികൾ കർത്താവെ വെട്ടി ഒരുക്കണമേ. കർത്താവെ, അങ്ങ് തുറന്നാൽ വേറെ ആർക്കും അടയ്ക്കാൻ പറ്റില്ലല്ലോ. അങ്ങടച്ചാൽ വേറെ ആർക്കും തുറക്കാനും പറ്റില്ല. ഞങ്ങളത് വിശ്വസിക്കുന്നു, ഏറ്റെടുക്കുന്നു. കർത്താവെ, എൻ്റെ ആത്മീയ മേഖലയിൽ എന്നെ അസ്വസ്ഥപ്പെടുത്തുന്ന, ഭാരപ്പെടുത്തുന്ന, ശല്യപ്പെടുത്തുന്ന കാര്യങ്ങൾ അതേതൊക്കെയാണെന്ന് സ്വയം ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ. നീ വിചാരിക്കുന്നത് പോലെ ആത്മീയമായി നിനക്ക് വളരാൻ പറ്റുന്നുണ്ടോ? എന്താണ് നിന്റെ തടസ്സം? ചിലപ്പോൾ ചില ബന്ധങ്ങൾ നിന്റെ ആത്മീയ മേഖലയിൽ നിനക്ക് തടസ്സമായിട്ട് വരും. നിന്റെ സമയത്തിൻ്റെ ഉപയോഗം, ഒരുപക്ഷെ മൊബൈൽ ഫോൺ, ആവശ്യമില്ലാത്ത കാര്യങ്ങൾ കാണുക, കേൾക്കുക, സംസാരിക്കുക, അതിൻ്റെ പുറകെ പോവുക, അതിൻ്റെ പുറകെ പോയി നിന്റെ എനർജിയും ചിന്തകളും സമയമൊക്കെ നീ വേസ്റ്റാക്കുക. അങ്ങനെ ഒരുപക്ഷെ ആത്മീയ മേഖലയിൽ തടസ്സമുണ്ടാവും. ചില ദുശീലങ്ങൾ അത് നിന്നെ വട്ടമിട്ട് പിടിച്ചിട്ടുണ്ടാവും. ഉയരാൻ പറ്റാത്തവണ്ണം അതിങ്ങനെ പുറകോട്ട് വലിക്കുന്നുണ്ടാവും. ഒരുപക്ഷെ നീ ചിന്തിക്കുന്നു, ചില ആളുകൾ കാരണമാണ് എനിക്ക് സ്വസ്ഥത ലഭിക്കാത്തത്. ഞാൻ ഇയാളെ കല്യാണം കഴിച്ചതോടുകൂടിയാണ് എൻ്റെ സ്വസ്ഥത പോയത്. എൻ്റെ ഈ മകൻ കാരണമാണ്, മകള് കാരണമാണ് എനിക്ക് സ്വസ്ഥതയില്ലാത്തത് എന്നിങ്ങനെ ചിന്തിക്കാം. ഒരുപക്ഷെ ചില ജോലി കാര്യങ്ങളോട് ബന്ധപ്പെട്ട് നിനക്ക് ഭാരമുണ്ടാവും. ഇന്ന ജോലി ഞാൻ ചെയ്യുന്നത് കൊണ്ട് എനിക്കൊരു സ്വസ്ഥതയില്ല, ഞാൻ ആഗ്രഹിക്കാത്തൊരു ജോലിയാണ്, ഈ ജോലി സ്ഥലത്താണ് പ്രശ്നമുള്ളത്, മറ്റ് കമ്പനിയിലായിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു, ഇന്ന സ്ഥലത്തായിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു, ഞാൻ ഇവിടെ ആയതുകൊണ്ടാണ്, ഇന്ന ജോലി ചെയ്യുന്നത് കൊണ്ടാണ് എനിക്ക് ഭാരം. അങ്ങനെ ഉണ്ടാവാം. പ്രത്യേകിച്ച് ഓൺലൈനിലൊക്കെ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നവരെ നിങ്ങൾ വളരെ ശ്രദ്ധിച്ച് പ്രാർത്ഥിച്ചു കൊള്ളുക. നിങ്ങൾ ജോലി ചെയ്യുന്ന സ്ഥലങ്ങളിൽ നിങ്ങൾക്ക് പല ഞെരുക്കങ്ങളും ഉണ്ടാവും. നിങ്ങൾ ഒരുപക്ഷെ ചിന്തിക്കും, ഇന്ന ആൾ കാരണമാണ് എനിക്ക് സമാധാനമില്ലാത്തത്, ഇന്ന വ്യക്തി കാരണമാണ് എൻ്റെ ഉറക്കം നഷ്ടപ്പെടുന്നത്, എൻ്റെ ജോലിയിൽ എനിക്ക് ഉയർച്ചയില്ലാത്തത്. അങ്ങനെ ചിന്തിക്കാം. ഇതാ ഈശോ ഇപ്പോൾ നിനക്ക് നൽകുന്ന വലിയൊരു വാഗ്ദാനം. എത്ര വലിയ പ്രതിസന്ധി ആണെങ്കിലും ആ പ്രതിസന്ധിയെ അതിജീവിക്കാൻ ഇതാ യേശു നിന്റെ മുമ്പിൽ നിൽക്കുകയാണ്. ഇസ്രായേൽ ജനത്തിൻ്റെ മുമ്പിൽ ദൈവം മേഘസ്തംഭമായി പറന്നിറങ്ങിയതുപോലെ നിന്റെ മുമ്പിലുള്ള വഴി തുറന്ന് ദൈവം നിന്നിൽ ഇടപെടാൻ പോവുകയാണ്. എന്താണ് നിന്റെ ജീവിതത്തിലെ ഭാരം? സമർപ്പിക്കുക. ഒരുപക്ഷെ വിവാഹ ആലോചനകൾ വരുന്നുണ്ട്, അതൊന്നും അങ്ങോട്ട് ശരിയാവുന്നില്ല, നാളുകളായി ചില മാട്രിമോണിയൽ സൈറ്റിലൊക്കെ ഇട്ടു, പക്ഷേ ആലോചനകളൊന്നും ശരിയാവുന്നില്ല എന്ന് ഭാരപ്പെടുന്നവരുണ്ടാവും. മക്കളോട് കല്യാണക്കാര്യം പറഞ്ഞിട്ട് അത് താല്പര്യമില്ല, തട്ടിക്കളയുന്നവരുണ്ടാവും. ഒരുപക്ഷെ ഏതെങ്കിലും ഒരു തെറ്റായ സ്നേഹബന്ധത്തിൽ കടിച്ചു തൂങ്ങി എനിക്ക് ഇത് മതി എന്ന് പറഞ്ഞ് നടക്കുന്നവരുണ്ടാവും. സമർപ്പിക്കുക. നിനക്ക് എത്ര നാൾ അവരെ ഉപദേശിക്കാൻ പറ്റും? നീ എത്ര നാൾ അവരുടെ പുറകെ നടക്കും? എന്നാൽ അവരെ ദൈവ തിരുസന്നിധിയിൽ സമർപ്പിക്കുക. അവരുടെ വഴി ദൈവം തുറക്കട്ടെ, അവരുടെ വഴി ദൈവം തുറക്കട്ടെ. ഒരുപക്ഷെ പഠനം കഴിഞ്ഞു വിചാരിച്ച പോലെ ജോലി കിട്ടാത്തവരുണ്ടാവും. ഇൻ്റർവ്യൂ പലതും പാസ്സായി, എന്നാൽ അങ്ങേ അറ്റത്തെത്തുമ്പോൾ, അവസാനം എല്ലാം അങ്ങോട്ട് ശരിയാകേണ്ട ഒരു മുഹൂർത്തത്തിലെത്തുമ്പോൾ എന്താണെന്നറിഞ്ഞുകൂടെ അങ്ങോട്ട് പെട്ടെന്ന് നഷ്ടപ്പെട്ടു പോകുന്നു. ചിലപ്പോൾ നിങ്ങൾ ചിന്തിക്കാം, ആരോ ഞങ്ങൾക്കെതിരെ കൂടോത്രം മന്ത്രവാദം ചെയ്തതുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനെ, ബിസിനസ്സിലെ തകർച്ച ആരോ ഞങ്ങൾക്കെതിരെ എന്തോ ചെയ്തതുകൊണ്ടാണ്. അങ്ങനെ ചിന്തിക്കാം. ചില തടസ്സങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മൾ അങ്ങനെയൊക്കെ ചിന്തിക്കും. എന്നാൽ ഇതാ ഈശോ പറയുന്നു, നിന്റെ അനുഗ്രഹം ഇരിക്കുന്നത്, നിന്റെ അനുഗ്രഹത്തിന്റെ താക്കോൽ ഇരിക്കുന്നത് ഈ പരിശുദ്ധ അൾത്താരയിലാണ്. എൻ്റെ പ്രിയപ്പെട്ട സഹോദര സഹോദരി, നീ വിശ്വസിക്കുക, ഏറ്റെടുക്കുക. യെശയ്യാ പ്രവചനം 45:2-3 തിരുവചനം: ഞാൻ നിനക്ക് മുമ്പേ പോയി മലകൾ നിരപ്പാക്കുകയും പിച്ചളവാതിലുകൾ തകർക്കുകയും ഇരുമ്പോടാമ്പലുകൾ ഒടിക്കുകയും ചെയ്യും. നിന്നെ പേര് ചൊല്ലി വിളിക്കുന്ന ദൈവം ഞാനാണെന്നറിയേണ്ടതിന് അന്ധകാരത്തിലെ നിധികളും രഹസ്യനിധി ശേഖരവും നൽകും.
കർത്താവെ, ഇപ്പോൾ ഈ വചന ശുശ്രൂഷ സമയത്ത് ഈ വചനത്തിന്റെ ശക്തി സംഭവിക്കപ്പെടട്ടെ. ദൈവത്തിന്റെ ആത്മാവ് ഈ വ്യക്തിയിൽ ഇടപെടട്ടെ. വിശ്വസിച്ച് ഞങ്ങൾ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുന്നു.